നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. കാരണം അവിടെ എവിടെയെങ്കിലും റെഡ് കളറാണ് ഉള്ളതെങ്കിൽ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ബാൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് ആ സെറ്റിംഗ്സ് ഉള്ളത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിനു ശേഷം വലതുവശത്ത് താഴെ കാണുന്ന ഈ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയുണ്ട് അക്കൗണ്ട് സ്റ്റാറ്റസ്. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുഴുവനും ഗ്രീൻ മാർക്കാണ് എൻ്റെ മൊബൈലിലുള്ളത്. നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ എവിടെയെങ്കിലും റെഡ് മാർക്കോ അല്ലെങ്കിൽ യെല്ലോ മാർക്കോ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത പോസ്റ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ്റെ പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ആ ഒരു പ്രശ്നം കാണുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഹെൽപ്പ് എന്ന ഭാഗം മുകളിൽ കാണാൻ സാധിക്കും. കുറച്ച് മുകളിൽ കണ്ടോ, ഇവിടെ ഹെൽപ്പ്, അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ റിപ്പോർട്ട് എ പ്രോബ്ലം ഉണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, റിപ്പോർട്ട് പ്രോബ്ലം വിത്തൗട്ട് ഷേക്കിംഗ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻക്ലൂഡ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നത് ഇംഗ്ലീഷിൽ ഇവിടെ നിങ്ങൾ എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം ഇവിടെ നിങ്ങൾ എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ട്. അതിന് പുറമെ നിങ്ങൾ എടുത്തു വെച്ച ആ സ്ക്രീൻഷോട്ട് കൂടി അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. മുകളിൽ സെൻഡ് എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾ സെൻഡ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് ആ ഒരു റിപ്പോർട്ട് പോകും. അവർ ആ റിപ്പോർട്ട് റിവ്യൂ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് അവർ നേരിട്ട് മനസ്സിലാക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരികയും ചെയ്യും. അപ്പോൾ അവിടെ ഗ്രീൻ മാർക്ക് വരും. ഇനി നിങ്ങൾ ബാക്ക് വന്നിട്ട് അടുത്ത ഓപ്ഷൻ നോക്കാം. നേരെ മുകളിൽ ഏറ്റവും മുകളിൽ അക്കൗണ്ട് സെൻറ്റർ എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഐഡിയും കാണിക്കും. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഇതുപോലെ റെഡ് മാർക്കാണ് കാണിക്കുന്നെങ്കിൽ ഇവിടെയും പ്രശ്നങ്ങളുണ്ട് എന്നാണ് അർത്ഥം. പാസ്വേഡ്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇതൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്യുക. പാസ്വേഡ് ചിലപ്പോൾ വീക്ക് പാസ്വേഡ് കൊടുത്തതായിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ മെയിൽ ഐ ഡി നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അതും ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. ഞാനിപ്പോൾ പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. കറണ്ട് പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ന്യൂ പാസ്വേഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ മാർക്ക് വരും. അതുപോലെ തന്നെ മെയിൽ ഐ ഡി നിങ്ങൾ പഴയ മെയിൽ ഐ ഡി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അത് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടാകുകയില്ല. അപ്പോൾ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഇതൊക്കെ നിർബന്ധമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യേണ്ടതാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും ഗ്രീൻ ടിക്ക് മാർക്ക് വരും. അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.